ഇന്ന് ഗ്ലോബൽ മീഡിയ കഴിഞ്ഞ 2 ദിവസം കൊണ്ട്, അതായത് ഇസ്രായേൽ സിറിയ ഡമാസ്കസിൽ ഇറാൻ്റെ ഡിപ്ലോമാറ്റിക് ക്യാമ്പസിൽ അറ്റാക്ക് ചെയ്ത ശേഷം കമൻട്രികളും ഒപ്പീനിയൻസും മുഴുവനും വരുന്നത് ഇറാൻ ഇസ്രായേലിനെ മിസൈൽ കൊണ്ട് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്. അതായത് ഒരു 90% വേണമെങ്കിൽ പറയാം പോസിബിൾ ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യും. അതേപോലെ തന്നെ ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് നിന്ന് ഇറാനെ അറ്റാക്ക് ചെയ്യും. ഈ സംഭവത്തിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് മിഡിൽ ഈസ്റ്റ്, മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ ജോലി ചെയ്യുന്ന മിഡിൽ ഈസ്റ്റ് വീണ്ടും വലിയ പ്രശ്നത്തിലോട്ട് പോവുകയാണ്. അതിൻ്റെ കാരണത്തിലോട്ട് കടക്കുന്നത് ഈ സഹേദി എന്ന് പറയുന്ന ഇറാനിയൻ കോഡ് IRGC, അതിൻ്റെ കമാൻഡർ, അതായത് ജനറൽ, നിങ്ങൾക്കറിയാം ഒരു ആർമിയുടെ ജനറൽ എന്ന് പറയുന്ന, ഒരു സ്പെസിഫിക് യൂണിറ്റിൻ്റെ ജനറൽ എന്ന് പറയുന്നത് എന്താണ് പവർഫുൾ എന്നുള്ളത്. അതായത് സുലൈമാനി കഴിഞ്ഞാൽ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിരുന്നു ഇദ്ദേഹം. ഏകദേശം 40 വർഷം ഇറാനിയൻ മിലിറ്ററിയിൽ ജോലി ചെയ്തയാളാണ്. ഇദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് തന്നെ കയറി വന്നതാണ്. ഇപ്പം ഇയാളെ പറ്റി 2 വർഷം മുമ്പ് ഇസ്രായേലി മീഡിയയും ഡിഫൻസ് ഇയാളുടെ ഫോട്ടോ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇയാൾ ഞങ്ങളുടെ നോട്ടപ്പുള്ളിയാണെന്ന്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണ് ഇങ്ങനൊരു അറ്റാക്ക് ഉണ്ടായി. ഈ പറയുന്ന ജനറൽ സഹീദിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 ബ്രിഗേഡിയർ ജനറൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ കംപ്ലീറ്റ് യൂണിറ്റ് ആയിരുന്നു. അതായത് ഈ 3 പേരുമായിരുന്നു ഈ സിറിയയും ലെബനനും, അതായത് ഹൂത്തികളാണെങ്കിലും ഇവരുമായിട്ട് കംപ്ലീറ്റ് പ്രോക്സി ഫോഴ്സസുമായിട്ട് കോർഡിനേഷൻ നടത്തിയിരുന്നത്. ഇവരെ തട്ടിയതോടുകൂടി ഇവരുമായിട്ടുള്ള ഈ പ്രോക്സിയുമായിട്ടുള്ള ആ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തു എന്നാണ് ഗ്ലോബൽ മീഡിയ റിപ്പോർട്ട് ചെയ്ത്. പല ഈ സ്ട്രാറ്റജിക് എക്സ്പേർട്ടുകൾ പറയുന്നത് ഇത് ബന്ധം വീണ്ടും ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞ അതേപോലെ റിലേഷൻഷിപ്പും സ്ട്രാറ്റജിയും ഉണ്ടാക്കിയെടുക്കാൻ സമയമെടുക്കും. ഈ സഹീദിയുടെ നേതൃത്വത്തിൽ തന്നെ ആയിരുന്നു സൗദി അറേബ്യക്കെതിരെയും UAEക്കെതിരെയും യമനിൽ അറ്റാക്ക് ഉണ്ടായത്. അപ്പം അന്നും ഈ രാജ്യങ്ങൾ, അതായത് സൗദി ആണെങ്കിലും UAEയും ഈ സഹീദിയുടെ പേരുൾപ്പെടെ അവിടുത്തെ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഡിപ്ലോമാറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹമാണ്, ഈ സഹീദിയാണ് അവർക്കെതിരെ അറ്റാക്കിന് മുഴുവനും ഇത് മുൻപിൽ നിൽക്കുന്നത്, സ്ട്രാറ്റജി മുഴുവനും പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം സഹീദിയെ പോലൊരു ജനറലിനെ 2 ബ്രിഗേഡിയർ ജനറലിനെയും തട്ടിയപ്പോൾ സുലൈമാനിക്ക് ശേഷം, അതായത് അക്ഷരാർത്ഥത്തിൽ ഇറാൻ സ്തംഭിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം അവരുടെ 17ഓളം സീനിയർ ആയിട്ടുള്ള ഡിഫൻസിൻ്റെ ഒഫീഷ്യൽസിനെയാണ് ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ പലയിടത്തും പോയി തട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പല ലോക മീഡിയയും പറയുന്നത് റിട്ടാലിയേഷൻ പ്രതീക്ഷിക്കുക. നിങ്ങൾക്കറിയാം സുലൈമാനിയെ കൊന്ന ശേഷം, അദ്ദേഹത്തെ കൊല്ലുന്ന ബാഗ്ദാദി വെച്ചാണ്, ഡ്രോൺ അറ്റാക്കിലാണ് അയാളെ കൊല്ലുന്നത്. 5ാമത്തെ ദിവസമാണ് മിസൈല് വെച്ച് ഇറാഖിലെ ഇന്റർനാഷണൽ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ ബേസിൽ ലോങ് ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്ക് നടത്തുന്നത്. ഏകദേശം 18ഓളം മിസൈലുകളാണ് ഇറാൻ വിട്ടത്, അങ്ങോട്ട് ഫയർ ചെയ്തത്. അതിനകത്ത് അമേരിക്ക പറയുന്ന അവരുടെ ഒരു സൈനികൻ പോലും കൊല്ലപ്പെട്ടില്ല. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അമേരിക്ക പറയുന്ന അതിൻ്റെ ഒരു സ്ട്രാറ്റജിക് വീക്കിലിക്കകത്ത് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഏകദേശം ഒരു 1500 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഈ മിസൈല് വന്നിരിക്കുന്നത്. അതായത് ഈ ഇറാനിൽ നിന്നും വന്നിട്ട് ഇതിൻ്റെ പേലോഡ് ക്യാരി ചെയ്യാൻ ഈ മിസൈലിന് ഈ പറയുന്ന പോലെ സ്റ്റെൽത്ത് പവർ ഇല്ല. അതാണ് പ്രശ്നം. ഇവിടെ അതേപോലെയാണ് ഇപ്പൊ ഇസ്രായേലുമായിട്ട് അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ ഇറാൻ ആകെയുള്ള ഒറ്റ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ടെല്ലവീവിലും ഇസ്രായേലിലോട്ടും വിടുക. മനസ്സിലാക്കേണ്ടത് അതും ഏകദേശം 1800 കിലോമീറ്റർ ആണ് ഫ്ലൈ ചെയ്യേണ്ടത്. അപ്പം മിലിറ്ററി എക്സ്പേർട്ടുകളൊക്കെ പറയുന്നുണ്ട് ഈ 1800 കിലോമീറ്റർ 2000 കിലോമീറ്റർ അമേരിക്കൻ മെയ്ഡ് മിസൈൽ ഫ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 16 മുതൽ 20 മിനിറ്റ് എടുക്കും.
ഇറാന്റെ കാര്യം പറയുന്നില്ല. ഏതായാലും അത്രയും സ്പീഡിൽ ഇറാന്റെ മിസൈൽ ഫ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. അതായത് 16 മുതൽ 20 മിനിറ്റ് കൊണ്ടാണ് ഈ 2000 കിലോമീറ്റർ ടാർഗറ്റിലോട്ട് ഈ മിസൈൽ, ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ പോവുകയാണെങ്കിൽ, ഇതേപോലെ തന്നെ മിലിറ്ററി എക്സ്പേർട്ടുകൾ പറയുന്നുണ്ട്, ഏകദേശം 95% ഇതിനെ എയറിൽ വെച്ച് ഇന്റർസെപ്റ്റ് ചെയ്യുകയും ഡിഫ്യൂസ് ചെയ്യുകയും ചെയ്യാം. കാരണം ഇത്രയും സമയം എടുത്താൽ പോകുന്നത്. കാരണം ഇസ്രായേലിന്റെ അവരും അമേരിക്കയായിട്ട് ജോയിന്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്തൊരു മിസൈലാണ് ആരോ. അത് ആന്റി മിസൈൽ സിസ്റ്റമാണ്. അത് ലോകത്തിലെ നമ്പർ 1 ആണെന്നാണ് പറയുന്നത്. അപ്പം അത് ഇസ്രായേലിന്റെ കയ്യിലുണ്ട് ഇഷ്ടം പോലെ. ഇത് എയറിൽ വെച്ച് ഇന്റർസെപ്റ്റ് ചെയ്യാം, ഇതിനെ ഡിഫ്യൂസ് ചെയ്യാം. കാരണം ഇത്രയും കിലോമീറ്ററാണ് ഫ്ലൈ ചെയ്യുന്നത്. ഇതിനകത്ത് അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇറാന്റെ കയ്യിലുള്ള AVF, എയർ ഫൈറ്റിംഗ് സിസ്റ്റം, അതായത് എയർ ഡിഫൻസ് സിസ്റ്റം, അതേപോലെ തന്നെ ഫൈറ്റർ എയർക്രാഫ്റ്റ്, അതിൻ്റെ ക്രെഡിബിലിറ്റിയും റിയലബിലിറ്റിയും വളരെ മോശമാണെന്ന് തന്നെ അവർ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവർ ട്രയൽ സോട്ടി പോലും അവരുടെ എയർക്രാഫ്റ്റ്, ഇത് ഇതിൻ്റെ 2nd ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് അവരുടെ കയ്യിലുള്ള പഴയത്. പിന്നെ അവരുടെ കയ്യിലുള്ളത് അവർ തന്നെ നിർമ്മിച്ചെടുത്ത എയർക്രാഫ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ പേലോഡിനെ പറ്റിയും ലോകത്താർക്കും അറിയത്തില്ല. പക്ഷെ ഇതിന്റെ പെർഫോമൻസിനെ പറ്റി പറയുന്നത്, മറ്റുള്ള മീഡിയ കോട്ട് ചെയ്യുന്നത്, ഇവർ തന്നെ അത് ട്രയൽ സോട്ടി ആയിട്ട് പറക്കാറില്ല. കാരണം ശരിക്കും ആക്സിഡന്റ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പല രാജ്യങ്ങളുടെയും, ഇപ്പൊ അമേരിക്കയും യൂറോപ്പും ഒഴികെ മറ്റുള്ള രാജ്യങ്ങളുടെ ഒന്നും ഫൈറ്റർ എയർക്രാഫ്റ്റ് ഒരു രാജ്യങ്ങളും മേടിക്കാത്തത്. കാരണം ഇതിൻ്റെ റിയലബിലിറ്റിയും ക്രെഡിബിലിറ്റിയും ഇത് എത്രമാത്രം പെർഫോം ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ വെക്കുകയാണെങ്കിൽ, അതായത് പുതിയ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലാകുന്നത്, ഇറാന്റെ കയ്യിലുള്ള അതായത് എയർഫോഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത് ബിഗ് സീറോയാണ്. അവർക്കൊന്നും തന്നെ ഇല്ല. കാരണം അത് വെച്ച് ഫ്ലൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. 2000 കിലോമീറ്റർ പോയി ഫ്ലൈ ചെയ്തിട്ട് ഇസ്രായേലി അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് നോട്ട് പോസിബിൾ, ഇംപോസിബിൾ. കാരണം ഇതേപോലെ എയർക്രാഫ്റ്റ് വെച്ച് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം ഇസ്രായേലിന്റെ കയ്യിലുള്ളത് ഏകദേശം 350ഓളം മോസ്റ്റ് മോഡേൺ എയർക്രാഫ്റ്റുകളാണ്. F-16 ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ, അതേപോലെ തന്നെ F-35. അത് വെച്ചാണ് അവർ സിറിയയിലെ ഡമാസ്കസിൽ അറ്റാക്ക് ചെയ്തേക്കുക. അതിനെപ്പറ്റി പറയുന്നത്, ഡമാസ്കസ് അറ്റാക്കിനെ പറ്റി ഒരു വീക്കിലിയിൽ ഞാൻ വായിച്ചത്, ഈ സഹീദി ഉൾപ്പെടെ ആൾക്കാർ രാത്രിയിൽ സൂര്യൻ അസ്തമിച്ച ശേഷം ഈ നോയമ്പ് തുറക്കാൻ വേണ്ടിയാണ് ഈ എംബസി അനക്സിലോട്ട് പോയത്. അപ്പം ഇവരുടെ എല്ലാ മൂവ്മെന്റും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന് അറിയായിരുന്നു. ഇവരെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് അമേരിക്കയ്ക്ക് വിവരം കൈമാറുന്നു, ഇവർ വരുന്നുണ്ട്, ഞങ്ങൾ ഇവരെ തട്ടും. അതല്ല ഇന്നത്തെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത്ര പ്രിസൈസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ്. അതായത് ഒരു കാര്യം വ്യക്തമാണ്, ഇറാനിയൻ ഫോഴ്സിനകത്തു നിന്ന് ഇസ്രായേലിൻ്റെ സംഭവങ്ങൾ ലീക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇവരുടെ എല്ലാ മൂവ്മെൻറ്റും ഓരോന്നായിട്ട് ഇവർക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ ടോപ്പായിട്ടുള്ള ഡിഫൻസ് ഓഫീഷ്യൽസ്, ജനറലും ബ്രിഗേഡിയർ ജനറലും മേജർ ജനറലും ഒക്കെ എവിടെ പോയാലും, അതായത് ഇറാൻ വിട്ട് എവിടെ ബോർഡറിൽ പോയാൽ അവിടെ വെച്ച് തട്ടുമോ. അതിൻ്റെ കാര്യം ഇതാണ്. കാരണം അത്രമാത്രം ഷാർപ്പാണ്. അല്ലെങ്കിൽ കറക്റ്റ് അവർ എൻട്രി ചെയ്തു 10 മിനിറ്റിനുള്ളിൽ ആ ബിൽഡിങ് തകർത്ത് കളഞ്ഞു. കറക്റ്റ് ഇന്നടുത്താണ് ഇരിക്കുന്നത് പോലും അറിഞ്ഞുകൊണ്ടാണ് മുഴുവനായിട്ട് തകർത്ത് ദൂരെ കളഞ്ഞത്. ഇപ്പം ഞാൻ തിരിച്ചു നമുക്ക് വരാം. ഇപ്പം ഇങ്ങനൊരു അറ്റാക്ക് ഉണ്ടാകുകയും ഇസ്രായേൽ തിരിച്ചടിക്കുന്നുള്ള 100% ഉറപ്പാണ്. കാരണം അവർക്ക് മിസൈൽ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ 100% ഇസ്രായേൽ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു അറ്റാക്കാണ് ഇറാന്റെ മേളിൽ കയറി ചൊറിയുക. കാരണം ഇറാനെ തകർക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അതിന് പലതുമുണ്ട്. കാരണം ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൺസ് പ്രോഗ്രാം, അതിനെ തകർക്കുക, ഇപ്പോഴിരിക്കുന്ന ഇറാന്റെ ഭരണാധികാരികളെ നശിപ്പിക്കുക, കാരണം അതിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക, അതിനെ വെപ്പണൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കാരണം അതിനെ വീക്കാക്കുക ഇറാനെ. ഇത് മാത്രമാണ് ഇസ്രായേലിന്റെ മുമ്പിലുള്ള ഒരു പോംവഴി.
കാരണം അതിനെ അവർ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു വാർ ഉണ്ടാവുകയാണെങ്കിൽ ഒരുമിച്ച് തന്നെ ഈ ഇറാനെയും ഹിസ്ബുള്ളയും ഇവരങ്ങ് തീർത്തു കൊടുക്കാം. ഇപ്പം നടക്കുന്ന കോൺഫ്ലിക്റ്റാണ്. ഇത് വാറായിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അമേരിക്കൻ ബേസായ ദോഹ, ഇസ്രായേലിൻ്റെ ഫ്രഞ്ച് ബേസാണ് അബുദാബി, അതേപോലെ പല ബേസുകൾ ഇവിടുന്നൊക്കെ അറ്റാക്ക് ഉണ്ടാകും ഇറാനിൽ അതിരൂക്ഷമായ അറ്റാക്ക് ടെഹ്റാനെ നശിപ്പിച്ച് കളയും. പിന്നെ ടെഹ്റാൻ ഭരിക്കുന്നത്, അതായത് ഇപ്പോഴത്തെ ഇറാൻ ഭരണാധികാരികൾക്ക് ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത്, ഇപ്പോഴൊരു പൊട്ടൻഷ്യൽ വാർ ഉണ്ടാവുകയാണെങ്കിൽ അവിടുത്തെ വലിയൊരു ശതമാനം ജനങ്ങളും അവർ ഭരിക്കുന്ന ഈ ഭരണാധികാരികളുടെ കൂടെയോ അവിടുത്തെ പട്ടാളത്തിൻ്റെ കൂടെയോ നിൽക്കുകയില്ല. അതാണ് അവരെ പേടിപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രശ്നം. അവിടെ ഹാർഡ് കോർ ഷിയ മിലിഷ്യ അവർ വ്യക്തമായിട്ട് പറയുന്നു റിട്ടാലിയേഷൻ കൊടുക്കണം, ഇസ്രായേലിനെ പണിഷ് ചെയ്യണം. കാരണം അവർ ഇത്രയും ഒഫീഷ്യൽസിനെയാണ് തട്ടിയേക്കുന്നത്. ഇതല്ലാതെ പിന്നെ ഏത് അവസരത്തിലാണ് അവരെ റിട്ടാലിയേഷൻ കൊടുക്കാൻ പറ്റുന്നത്? ഈ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി മറ്റൊന്ന്, ഇസ്രായേലിൻ്റെ നേവൽ പവറും അത്ര മോശമൊന്നുമല്ല. കാരണം അവരുടെ സബ്മറൈൻ ആണെങ്കിലും അവർക്ക് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് അവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതായത് മൾട്ടി ലെവൽ അറ്റാക്ക് ഇറാനിലോട്ട് പോകും. കാരണം ഗാസ പോലെ അറ്റാക്ക് ആയിരിക്കുകയില്ല, ഇത് ഫുൾ വാർ ആയിരിക്കും. അതായത് എല്ലാ തലത്തിലും അറ്റാക്ക് ചെയ്യും. അതായത് ഇന്ന് ഈ പറയുന്ന ഇറാൻ എന്ന് പറയുന്നത് ഇല്ലാതാകും. അതാണ് ഈ ഒപ്പീനിയൻ മേക്കേഴ്സ് മുഴുവനും പറയുന്നത്. അതായത് ചെറിയ രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കത്തില്ല. അത് ബേസിക്കലി അപ്പം എന്തോ ചെയ്യും, ഈ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ അമേരിക്കയുടെ ബേസായ ദോഹയെ ഇവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഇസ്രായേലുമായിട്ട് ഇറാനുമായിട്ട് ബയലാറ്ററലി നല്ല റിലേഷൻഷിപ്പിൽ പോവുകയാണെങ്കിലും, കാരണം അമേരിക്കയുടെ ബേസാണത്. മറ്റേ ഇസ്രായേലിൻ്റെ മറ്റൊരു ബേസാണ് UAE, അവിടെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഇവർക്ക് ഇത്ര ദൂരെ പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇസ്രായേലിൽ പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതേപോലുള്ള ബേസിലും ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള അറ്റാക്കുകൾ, കാരണം അവരുടെ അയൽവക്കത്ത് കിടക്കുന്ന ഈ രാജ്യങ്ങളിലെ ബേസുകളിലുള്ള അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അവിടെ ജോലി ചെയ്യുകയും ഈ രാജ്യങ്ങളിൽ ജോലി ചെയ്യും ബിസിനസ് ചെയ്യുന്നവർക്കും വലിയ പ്രശ്നമാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ഈ ടെൻഷൻ ഈ പറയുന്നത് എസ്കലേറ്റ് ചെയ്ത് വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് പോകാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇറാൻ ഒരു ഫുൾ വാറിന് ഇസ്രായേലുമായിട്ട് തുനിയുമെന്ന്. കാരണം അവർക്കറിയാവുന്ന വസ്തുതയാണ്. കാരണം അവർ ഇസ്രായേലിന് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതിനകത്തൊരു എക്സ്പേർട്ട് പറയുന്നത് 6 മണിക്കൂർ കൊണ്ട് വാറിൻ്റെ റിസൾട്ട് അറിയാം. ആരാണ് എയർ ഡോമിനേറ്റ് ചെയ്യുന്നത്, അതായത് ആകാശം എയർ ഫൈറ്റിൽ ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, അവർ വാറ് പൂർണ്ണമായിട്ടും വിജയിക്കും. ഇതാണ് പറയുന്നത് ഈ എക്സ്പേർട്ടുകൾ. അപ്പം ഇതിനകത്ത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം, കാരണം പാകിസ്ഥാനുമായിട്ട് ഒന്ന് ഉരസി കഴിഞ്ഞപ്പോൾ ഇവർ മിസൈൽ കൊണ്ടുവിട്ടു പാകിസ്ഥാൻ ബോർഡറിൽ. പാകിസ്ഥാൻ തിരിച്ച് അവരുടെ F-16 കയറി അറ്റാക്ക് ചെയ്തപ്പം 24 മണിക്കൂറിനുള്ളിൽ ഇറാനിയൻ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും പോയി കാലയിൽ പിടിച്ചു പാകിസ്ഥാൻ്റെ. ഞങ്ങളോട് ക്ഷമിക്കണം, അബദ്ധം പറ്റിയതാണ്. ആലോചിച്ച് നോക്കുക. പിന്നെ ഇറാനിൽ നിലനിൽക്കുന്ന ആൻറ്റി ഷിയ, അതായത് ഇസ്ലാമിക് ടെറർ വേറെ ഗ്രൂപ്പും ഉണ്ട്. അവർ അവിടുത്തെ ആൻറ്റി ഷിയ ഗ്രൂപ്പും പ്രശ്നമായിട്ട് കൊണ്ടിരിക്കുകയാണ്. അതായത് ഇറാനിൽ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഇവർ പ്രോക്സീസിനെ ഉപയോഗിച്ച് വീണ്ടും ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഇസ്രായേൽ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, അവരെ ഒക്ടോബർ 7 അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടി വെപ്പൺസും എല്ലാം കൊടുത്ത് സഹായിച്ച ഇറാനെ ഒരു പാഠം പഠിപ്പിക്കാതെ അവർ ഈ വാറിൽ നിന്നും പിന്മാറില്ല. അതിൻ്റെ കാരണമാണ് അൺഡിക്ലെയർഡ് ആയിട്ട് ഇറാനിയൻ ഒഫീഷ്യൽസിനെ, ജനറൽമാരെ ആലോചിച്ച് നോക്കുക, ഓരോരുത്തരായിട്ട് കൊല്ലുന്നത്. ഇതിൻ്റെ റെസ്പോൺസ്, അതായത് ഇതിൻ്റെ റിട്ടാലിയേഷൻ ഇറാൻ ചെയ്തില്ല എങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇറാന് ഭയമാണ്, ശരിക്കും ഭയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പേരും കൊല്ലപ്പെട്ടിട്ടും അവർ നിശബ്ദമായി